ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഷിരൂർ ദൗത്യം പുരോഗമിക്കുന്നു. അർജുന്റെ ലോറിയുടെ ക്രാഷ് കാർഡ് കണ്ടെത്തി. പോക്സോ നിയമത്തിൽ പുതിയ കൂട്ടിച്ചേർക്കലുകൾ. കുട്ടികളുടെ അശ്ലീല വീഡിയോകൾ കാണുന്നതും സൂക്ഷിക്കുന്നതും ഇനി ഒരുപോലെ കുറ്റകരം. വിവാദ പരാമർശവുമായി കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ. പ്രസ്താവന യുവതി അമിത ജോലി സമ്മർദ്ദത്താൽ മരിച്ച സംഭവത്തിൽ. ചരിത്രം കുറിച്ച ഇന്ത്യ. ലോക ചെസ് ഒളിമ്പ്യാഡിൽ ഇന്ത്യക്ക് ഇരട്ട സ്വർണം. തൃശൂർ പൂരം അലങ്കോലപ്പെട്ട സംഭവം. നടപടികൾ നിർദ്ദേശിക്കാതെ ADGP MR അജിത് കുമാറിന്റെ അന്വേഷണ റിപ്പോർട്ട്. വാർത്തകൾ വിശദമായി. കർണാടകയിലെ ഷിരൂരിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുന്റെ വാഹനത്തിന്റെ ക്രാഷ് കാർഡ് ഗംഗാവലി പുഴയിൽ നിന്ന് കണ്ടെത്തി. ലോറിയുടമ മനാഫ് ഇത് അർജുന്റെ ലോറിയുടേതാണെന്ന് തന്നെ സ്ഥിരീകരിച്ചു. പുഴയിൽ നിന്ന് മറ്റൊരു ലോഹഭാഗം കൂടി കണ്ടെത്തിയിട്ടുണ്ട്. മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുനു വേണ്ടിയുള്ള തിരച്ചിലിനിടയിലാണ് ലോറിയുടെ ക്രാഷ് കാർഡ് കണ്ടെത്തിയത്. തിരച്ചിലിൽ കണ്ടെത്തിയ കയർ അർജുൻ ഓടിച്ച ലോറിയുടേതാണെന്ന് വാഹനത്തിന്റെ ഉടമ മനാഫ് സ്ഥിരീകരിച്ചിരുന്നു. ഇനിയും നീളത്തിൽ കയറുണ്ടെന്നും ഇതിന്റെ അറ്റം പിടിച്ചു പോയാൽ ലോറിയിലേക്ക് എത്താനാകുമെന്നാണ് പ്രതീക്ഷയെന്നും മനാഫ് പറയുന്നു. ഇപ്പോൾ തെരയുന്ന ഭാഗത്ത് തന്നെ ലോറി ഉണ്ടാകുമെന്ന് കരുതുന്നുവെന്നും മനാഫ് പറഞ്ഞു. അതേസമയം തെരച്ചിലിനെ വീണ്ടും കാലാവസ്ഥ വെല്ലുവിളിയാവുകയാണ്. അടുത്ത 3 ദിവസം ഉത്തര കന്നഡ ജില്ലയിലും തീരദേശ കർണാടകയിലെ ജില്ലകളിലും ശക്തമായ മഴ മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. ഇത് ഷിരൂരിലെ തെരച്ചിൽ പ്രതിസന്ധിയിലാക്കിയേക്കും. ഡ്രെഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിലിനും തടസ്സമാകും. ശക്തമായ മഴ തുടർന്നാൽ ഡ്രെഡ്ജിങ് എളുപ്പമാകില്ല. ഗംഗാവലി പുഴയിലെ അടിയൊഴുക്കും വർദ്ധിച്ചാൽ ഡ്രെഡ്ജർ പ്രവർത്തിപ്പിക്കുന്നതിനും തടസ്സം നേരിടാം. ഇന്നലെ ഗംഗാവലി പുഴയിൽ നിന്ന് കിട്ടിയ അസ്ഥി പരിശോധനയ്ക്കായി FSL ലാബിലേക്ക് മാറ്റിയിട്ടുണ്ട്. ജില്ലാ ഭരണകൂടവുമായുള്ള ഭിന്നതയെ തുടർന്ന് പ്രാദേശിക മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപെ തെരച്ചിൽ അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങി. ഇന്നലെ രാവിലെ തന്നെ തെരച്ചിലിൽ ഏകോപനത്തിന്റെ അഭാവം പ്രകടമായിരുന്നു. നാവികസേന മാർക്ക് ചെയ്ത സ്ഥലത്ത് ഈശ്വർ മാൽപെ ഇറങ്ങി മുങ്ങാൻ ശ്രമിച്ചെങ്കിലും ഡ്രെഡ്ജിംഗ് കമ്പനിക്കാർ തടഞ്ഞു. പിന്നീട് ഇത് ഒരു തർക്കമായി. പിന്നീട് ഈശ്വർ മാൽപെ ഇന്നലെ ടാങ്കർ ക്യാബിൻ കണ്ടെത്തിയ സ്ഥലത്താണ് ഇറങ്ങി മുങ്ങിയത്. അവിടെ നിന്ന് ഒരു ആക്ടീവ സ്കൂട്ടറും അർജുന്റെ ലോറിയിലുണ്ടായിരുന്നുവെന്ന് കരുതുന്ന അക്കശ്യ മരത്തടികളും കണ്ടെടുത്തു. ഈ വിവരങ്ങൾ മാൽപെ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇതോടെയാണ് പോലീസ് ഇടപെട്ടതും ജില്ലാ ഭരണകൂടത്തെ വിവരങ്ങൾ ആദ്യം അറിയിക്കണമെന്നും പറഞ്ഞത്. ഇതോടെയാണ് മാൽപ പിണങ്ങി ഇറങ്ങിപ്പോയത്. പുതിയ ഏതൊരു ലോറിക്കും പുതിയ വണ്ടികൾക്കൊക്കെ ബാക്ക് സൈഡിൽ ഒരു ഉരുണ്ട ഒരു ക്രാഷ് ഗാർഡ് ഉണ്ടാവും. അത് പഴയ വണ്ടികൾക്ക് ഉണ്ടാവില്ല. നമ്മളെ വണ്ടിക്കുള്ളത് നമ്മളതാണത്. എനിക്ക് അത് അത്ര ദൂരത്ത് നിന്ന് കണ്ടാൽ തന്നെ കാണാപ്പാടാ കയ്യും കണ്ട അത് നമ്മളതാണ്. സ്ഥിരീകരിച്ചു. ഇവിടേക്കാണ് ശരിക്കും സ്കൂബ ഡൈവേഴ്സിൻ്റെ ആവശ്യം. അത് ഈ ക്രാഷ് ഗാർഡ് ഇങ്ങനെ മാന്തുമ്പോൾ അപ്പം പൊട്ടിയതാണോ എന്നുള്ളത് ശരിക്കും അതിൻ്റെ നട്ട് ബോൾട്ടിൻ്റെ എഡ്ജിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള പൊട്ടാണെങ്കിൽ, കാരണം എന്താ പറഞ്ഞാൽ അത് എപ്പോഴും അങ്ങനെ അത്ര വേഗം പൊട്ടിപ്പോണ ഒരു സാധനമല്ല. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് നോക്കണം ശരിക്കും. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ മാന്തുമ്പോൾ അത് മാത്രം അങ്ങോട്ട് പൊട്ടിച്ചെടുത്തു പോയതാണോ എന്നുള്ളത് ഒന്നിപ്പം പോയി നോക്കണം. വാഹനം കണ്ടെത്തി കഴിഞ്ഞിട്ട് വേണം വാഹനത്തിൻ്റെ പൊസിഷൻ ഏത് രൂപത്തിലാണെന്നുള്ളത് നോക്കണം. ചെരിഞ്ഞിട്ടാണോ അല്ലെങ്കിൽ മറിഞ്ഞു കിടക്കുകയാണോ, ക്യാബിനാണോ ആദ്യം മേലെ ഉള്ളത് അല്ലെങ്കിൽ ക്യാബിൻ താഴെ ഭാഗത്താണോ. ക്യാബിനാണ് ലക്ഷ്യം. അത് നോക്കുക, വണ്ടിയിൽ നിന്ന് അവനെടുക്കുക. ആ ലോറി നമുക്ക് ഒരു ആവശ്യമില്ല, മരവും ആവശ്യമില്ല, അവനെ മാത്രം കിട്ടിയാൽ മതി. അത്ര ഞാൻ പല പ്രാവശ്യം പറയുന്നുണ്ട്. നമുക്ക് വേറെ ഒന്നും ആവശ്യമില്ല. അവൻ്റെ ശരീരം എടുക്കുക, ആ വണ്ടി നമുക്ക് ആവശ്യമില്ല. ഇപ്പോൾ തെരച്ചിൽ കൃത്യമായിട്ട് തന്നെയാണ് ഇപ്പോൾ പോകുന്നല്ലേ? അതെ, നമ്മൾ എത്രയോ കാലമായിട്ട് പറയുന്നതാണ് ലക്ഷ്മൺ നായക്കിൻ്റെ ചായക്കടൻ്റെ പിന്നിൽ അന്വേഷിക്കൂ എന്ന് പറയുന്നത്. അതെ, നേവി മാർക്ക് ചെയ്തു. നേവിനോട് മുന്നേ ഫ്രണ്ട്ലി പറഞ്ഞ കാര്യമാണ്. നേവിനോട് ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇത് 3ാം ഘട്ട തെരച്ചിലാണ്. 2ാം ഘട്ട തെരച്ചിലിൽ മാത്രമാണ് നേവി ഇന്നായിട്ട് സംസാരിച്ചത്. ഇന്നെ കൂട്ടിക്കൊണ്ടുപോയിട്ട് നേവിയിലെ ആളുകൾ സത്യത്തിൽ എങ്ങനെ ഏതാന്നൊക്കെ ചോദിച്ച്, അതാണ് ശരിക്കും ഒരു പ്രൊഫഷണൽ രീതി. ഞങ്ങളോട് ചോദിക്കണം, അതായത് ലോറിൻ്റെ ഉടമനോട് സത്യത്തിൽ ചോദിക്കണം. കാരണം നിങ്ങൾ ലോറി എവിടെ ഇരിക്കും സാധ്യത വണ്ടി നിർത്താൻ, ഇതുവരെ ആരും ചോദിച്ചിട്ടില്ല. അതാകെ ചോദിച്ചൊരു നേവിയാണ്. പിന്നെ എന്താ പറയുക, ഈ ഈശ്വരണ്ണൻ്റെ സ്കൂബ ഡൈവേഴ്സ് മാത്രമേ എന്നോട് ആ കാര്യം ചോദിച്ചിട്ടുള്ളൂ. പിന്നെ ഇപ്പോൾ ആകെ ചോദിച്ചത് ആ ഡർജറിൻ്റെ ഓണറാണ് ചോദിച്ചത്. അപ്പോൾ നിലവിൽ ഇപ്പോൾ അത് ക്രാഷ് ഗാർഡ് വണ്ടീൻ്റെ വേറെ സംശയമൊന്നുമില്ല. നമുക്ക് ഒരു എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 40-45 ടണ്ണുള്ള വണ്ടി എന്തായാലും ഒരുപാട് ദൂരത്തേക്കൊന്നും ഒഴുകി പോകാൻ ചാൻസ് ഇല്ല. ഇനി അതിന് മരം പോയാൽ തന്നെ 15 ടണ്ണിൻ്റെ മേലെ വണ്ടി തന്നെ ഉണ്ടാവും. അപ്പോൾ അത്ര ദൂരം ഒഴുകി പോകാനുള്ള ചാൻസ് ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് നിരന്തരം പറയുന്നത് ലക്ഷ്മൺ നായക്കിൻ്റെ കടൻ്റെ ഭാഗത്ത്
തിരയാൻ. അതാണ് ആദ്യം ചെയ്യേണ്ടത്. പക്ഷെ ഇപ്പം ഇന്നാണ് അവിടേക്ക് എത്തിയത് ആ തെരച്ചിൽ. ആ തെരച്ചിൽ നേവി അത് പ്രകാരം തിരഞ്ഞപ്പോഴാണ് നമുക്ക് എന്തായത് കയറ് കിട്ടിയത്. അവർക്ക് അറിയില്ല ഇനി ഈ വണ്ടി എവിടെ പാർക്ക് ചെയ്തതെന്നൊക്കെ. രണ്ടാം ഘട്ടത്തിൽ തന്നെ നമുക്ക് കയറ് കിട്ടിയും. കയറ് കിട്ടിയതിൻ്റെ മേലെ ഇപ്പം കല്ലും മണ്ണും ഒക്കെ ഉണ്ട്. ഈ കല്ലും മണ്ണും മാറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വണ്ടി കിട്ടും. ഇനി അറിയേണ്ടത് ആ ഗാർഡ് എങ്ങനെയാണ് പൊട്ടിയത് എന്നുള്ള. ഇപ്പം പൊട്ടിയതാണോ അല്ലെ മുന്നേ പൊട്ടിപ്പോയതാണോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ പറ്റും. മുന്നേ പൊട്ടിയതാണെങ്കിൽ തുരുമ്പിച്ചിട്ടുണ്ടാവും. ഗാർഡിൻ്റെ കാര്യത്തിന് സംശയമില്ല, നമ്മുടെ വണ്ടിയുടെ തന്നെയാണ്. തീർച്ചയായിട്ടും നമ്മൾ തന്നെ. കുട്ടികളുടെ അശ്ലീല വീഡിയോകൾ ഡൗൺലോഡ് ചെയ്ത് കാണുന്നതും സൂക്ഷിക്കുന്നതും പോക്സോ നിയമപ്രകാരം കുറ്റകരമാണെന്ന് സുപ്രീം കോടതി. ഏതെങ്കിലും തരത്തിൽ നേട്ടമുണ്ടാക്കാനുള്ള ഉദ്ദേശത്തോടെയാണ് ദൃശ്യങ്ങൾ സൂക്ഷിക്കുന്നത് എന്ന് തെളിയപ്പെടുകയാണെങ്കിൽ പോക്സോ നിയമത്തിന്റെ പരിധിയിൽ വരുമെന്നും കോടതി വ്യക്തമാക്കി. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് സുപ്രധാനമായ ഈ വിധി പ്രസ്താവന. കുട്ടികളുടെ അശ്ലീല ദൃശ്യങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കാണുന്നത് പോക്സോ നിയമപ്രകാരവും വിവരസാങ്കേതിക നിയമപ്രകാരവും കുറ്റകരമല്ലെന്നായിരുന്നു മദ്രാസ് ഹൈക്കോടതിയുടെ വിധി. ഇതിനെതിരെ ജസ്റ്റ് റൈറ്റ്സ് ഫോർ ചിൽഡ്രൻ അലയൻസ്, ഡൽഹിയിലെ ബച്ചൻ ബച്ചാവോ ആന്തോളൻ എന്നീ സർക്കാർ ഇതര സംഘടനകളാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. മദ്രാസ് ഹൈക്കോടതിയുടെ വിധിയിൽ വലിയ പിഴവുണ്ടെന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. വിചാരണ കോടതി വിഷയം വീണ്ടും പരിശോധിച്ച് തീരുമാനമെടുക്കണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചു. ദൃശ്യങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്നതിന് ദുരുദ്ദേശമുണ്ടോയെന്ന് പരിശോധിക്കണമെന്നും സുപ്രീം കോടതി ആവശ്യപ്പെട്ടു. കുട്ടികളുടെ അശ്ലീല വീഡിയോകൾ ഡൗൺലോഡ് ചെയ്ത് കാണുന്നതും സൂക്ഷിക്കുന്നതും പോക്സോ നിയമപ്രകാരവും IT നിയമപ്രകാരവും കുറ്റകരമല്ലെന്ന മദ്രാസ് ഹൈക്കോടതി ഉത്തരവും സുപ്രീം കോടതി റദ്ദാക്കി. ഇത്തരം അശ്ലീല ദൃശ്യങ്ങൾ ലഭിച്ചാൽ അത് പോലീസിനെ അറിയിക്കാതിരിക്കുന്നത് കുറ്റകരമാണെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ മൊബൈലിൽ ഡൗൺലോഡ് ചെയ്തതിന് S. ഹരീഷ് എന്ന 28-കാരനെതിരായ കേസ് ഇക്കഴിഞ്ഞ ജനുവരി 11 മദ്രാസ് ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു. ഹർജിക്കാരന് അശ്ലീല ദൃശ്യങ്ങൾ കാണാനുള്ള ആസക്തിയുണ്ടെങ്കിൽ കൗൺസിലിംഗ് നൽകണമെന്നും ഹൈക്കോടതി ആവശ്യപ്പെട്ടിരുന്നു. ആൺകുട്ടികൾ ഉൾപ്പെട്ട 2 വീഡിയോകൾ ഹർജിക്കാരന്റെ കൈവശമുണ്ടായിരുന്നു. എന്നാൽ ഇയാൾ ഇത് കൈമാറുകയോ പ്രസിദ്ധീകരിക്കുകയോ ചെയ്തിട്ടില്ല. വീഡിയോ കാണുന്നത് അയാളുടെ സ്വകാര്യതയാണെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതിനെതിരെയാണ് ജസ്റ്റ് റൈറ്റ്സ് ഫോർ ചിൽഡ്രൻ അലയൻസും ബച്ചൻ ബച്ചാവോ ആന്തോളനും സുപ്രീം കോടതിയെ സമീപിച്ചത്. തൃശൂർ പൂരം അലങ്കോലപ്പെട്ട സംഭവത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടികൾ സ്വീകരിക്കാതെ ADGP MR അജിത് കുമാറിന്റെ അന്വേഷണ റിപ്പോർട്ട്. അന്നത്തെ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകന് വീഴ്ച വന്നതായി റിപ്പോർട്ടിലുണ്ടെങ്കിലും നടപടി സ്വീകരിക്കണമെന്ന് റിപ്പോർട്ടിൽ പരാമർശമില്ലെന്നാണ് സൂചന. പൂരം നടത്തിപ്പിൽ വരുത്തേണ്ട മാറ്റങ്ങളാണ് ശുപാർശകളായി ഉള്ളത്. പൂരം നടത്തിപ്പിലെ വിവാദങ്ങളെ തുടർന്ന് കമ്മീഷണറായിരുന്ന അങ്കിത് അശോകനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മാറ്റിയിരുന്നു. കമ്മീഷണർക്ക് വീഴ്ച വന്നതായി ADGPയുടെ റിപ്പോർട്ടിലുണ്ട്. പ്രശ്നങ്ങൾക്ക് കാരണം അന്ന് കമ്മീഷണറായിരുന്ന അങ്കിത് അശോകന്റെ പരിചയക്കുറവും അനുനയമില്ലാത്ത പെരുമാറ്റവുമായിരുന്നുവെന്നാണ് DGPക്ക് കൈമാറിയ റിപ്പോർട്ടിലുള്ളത്. റേഞ്ച് DIGയും ഉത്തരമേഖല IGയും സ്ഥലത്തുണ്ടായിരുന്നെങ്കിലും അവർക്കെതിരെയും നടപടിക്ക് ശുപാർശയില്ല. കമ്മീഷണർക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്താൽ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ വീഴ്ചയെക്കുറിച്ചും ചോദ്യം ഉയരും. ഇതൊഴിവാക്കാനാണ് ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത പരാമർശങ്ങൾ ഒഴിവാക്കിയതെന്നാണ് സൂചന. പൂരത്തിന്റെ മുന്നൊരുക്ക യോഗങ്ങളിൽ ഏകപക്ഷീയ തീരുമാനങ്ങളെടുത്ത് ദേവസ്വങ്ങളെ വിശ്വാസത്തിലെടുത്തില്ല, പരാതികളിൽ കൃത്യമായി ഇടപെട്ടില്ല എന്നിവയടക്കമുള്ള വീഴ്ചകളാണ് അങ്കിത്തിനെതിരെ റിപ്പോർട്ടിലുള്ളത്. മൂകാംബിക ക്ഷേത്രത്തിലേക്കുള്ള യാത്രയിൽ തൃശൂരിൽ താമസിച്ച് രാവിലെ തന്നെ അവിടേക്ക് പോയി എന്നാണ് ADGP മുൻപ് DGPയെ അറിയിച്ചിരുന്നത്. DIG അജിത ബീഗത്തെ കമ്മീഷണർ അങ്കിത് വിവരങ്ങൾ അറിയിച്ചിരുന്നോ എന്നതിലും വ്യക്തതയില്ല. ഏകദേശം 1500 പേജുള്ള റിപ്പോർട്ടിൽ അധികവും പൂരത്തിന് പതിവായൊരുക്കുന്ന സുരക്ഷാ വിന്യാസങ്ങളുടെ വിവരങ്ങളും ചിത്രങ്ങളുമാണ്. പൂരം അലങ്കോലപ്പെട്ടതിന് പിന്നിൽ വ്യക്തമായ ഗൂഢാലോചനയും ഇടപെടലും ഉണ്ടായിട്ടുണ്ടെന്നാണ് CPIയുടെ നിലപാട്. മദ്യനയ കേസിൽ അറസ്റ്റിലായി ജയിലിൽ കഴിയവേ അരവിന്ദ് കെജ്രിവാളിനെതിരെ മൊഴി നൽകുവാൻ സമ്മർദ്ദമുണ്ടായെന്ന് മനീഷ് സിസോദിയുടെ വെളിപ്പെടുത്തൽ. കെജ്രിവാളിനെതിരെ മൊഴി നൽകിയാൽ കേസിൽ നിന്ന് രക്ഷപ്പെടുത്താമെന്ന് ചിലർ പറഞ്ഞതായും ദില്ലി മുൻ ഉപമുഖ്യമന്ത്രി പറഞ്ഞു. തന്നെ കുടുക്കിയത് കെജ്രിവാളാണെന്നും രക്ഷ വേണമെങ്കിൽ കെജ്രിവാളിനെതിരെ മൊഴി പറയണമെന്നും അവർ നിർബന്ധിച്ചതായും സിസോദിയ കൂട്ടിച്ചേർത്തു. കേസുമായി ബന്ധപ്പെട്ട ED ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചതോടെ മകന്റെ ഫീസ് അടയ്ക്കുവാൻ യാചിക്കേണ്ടി വന്നെന്നും സിസോദിയ വെളിപ്പെടുത്തി. ജന്തർ മന്ദറിൽ AAP നടത്തിയ ജാൻകി അദാലത്തിൽ സംസാരിക്കവെയാണ് സിസോദിയ ഇക്കാര്യങ്ങൾ പറഞ്ഞത്. അതേസമയം പരിപാടിയിൽ പങ്കെടുത്ത അരവിന്ദ് കെജ്രിവാൾ BJPയെ കടന്നാക്രമിച്ചും RSSനോട് ചോദ്യങ്ങൾ ഉന്നയിച്ചുമാണ് രംഗത്തെത്തിയത്. BJPയിലെ പ്രായപരിധിയിലടക്കം RSS നിലപാട് വ്യക്തമാക്കണമെന്ന് കെജ്രിവാൾ ആവശ്യപ്പെട്ടു.
രാജിക്കിടയാക്കിയ മദ്യനയ കേസ് പകപോക്കലാണെന്ന് ആവർത്തിച്ച കെജ്രിവാൾ ഇക്കുറി സംഘപരിവാറിനോടും ചോദ്യങ്ങൾ എറിയുകയായിരുന്നു. മോഹൻ ഭാഗവത് ഉത്തരം നൽകണമെന്ന് പറഞ്ഞുകൊണ്ടാണ് AAP ദേശീയ കൺവീനറായ കെജ്രിവാൾ ചോദ്യങ്ങൾ ഉന്നയിച്ചത്. EDയെയും CBIയെയും ഉപയോഗിച്ച് സർക്കാരുകളെ മറിച്ചിടുന്നത് രാജ്യത്തിന് നല്ലതാണോ എന്ന് RSS നിലപാട് വ്യക്തമാക്കണം. 75 വയസ്സ് മാനദണ്ഡം വെച്ച് അദ്വാനി ഉൾപ്പെടെ മുതിർന്ന നേതാക്കളെ ഒഴിവാക്കി. എന്നാൽ മോദിക്ക് ഇത് ബാധകമല്ലെന്ന നീക്കത്തോട് മോഹൻ ഭാഗവതിന് എന്താണ് പറയാനുള്ളതെന്ന് കെജ്രിവാൾ ചോദിച്ചു. ജനാധിപത്യം തകർക്കുവാനുള്ള നീക്കത്തിന് കൂട്ടുനിൽക്കുകയാണോ RSS എന്നതിനും സർസംഘ് ചാലക് ഉത്തരം നൽകണമെന്ന് കെജ്രിവാൾ ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രി കസേരയ്ക്ക് ആർത്തിയില്ലാത്തതുകൊണ്ടാണ് രാജിവെച്ചത്. താനും മനീഷ് സിസോദിയും അഴിമതിക്കാരാണെന്ന് വരുത്തി തീർക്കുവാൻ മോദി ഗൂഢാലോചന നടത്തിയെന്നും കെജ്രിവാൾ ആവശ്യപ്പെട്ടു. പാർട്ടിയുടെ തുടക്കകാലത്തെ രീതികളിൽ നിന്ന് നേതാക്കൾ മാറിയിട്ടില്ലെന്ന സന്ദേശം നൽകുവാനാണ് കെജ്രിവാൾ ശ്രമിച്ചത്. അഴിമതി നടത്തിയില്ലെന്നും സാധാരണക്കാരനൊപ്പമാണെന്നും കെജ്രിവാൾ പ്രസംഗത്തിൽ ആവർത്തിച്ചു. മദ്യനയം, അഴിമതി എന്നിവ മധ്യവർഗ വോട്ടുകൾ അകറ്റിയെന്നത് മനസ്സിലാക്കിയുള്ള പ്രചാരണങ്ങൾക്കാണ് കെജ്രിവാൾ തുടക്കമിട്ടത്. ജന്തർ മന്ദിറിൽ കെജ്രിവാളിന്റെ ജൻ കി അദാലത്തിന് എത്തിയത് ആയിരങ്ങളാണ്. വരും ദിവസങ്ങളിൽ ദില്ലിയിൽ കൂടുതൽ പരിപാടികൾക്ക് പാർട്ടി തീരുമാനവുമെടുത്തിട്ടുണ്ട്. US-ൽ നിന്നും ഇന്ത്യയിലേക്കുള്ള 31 MQ-9B അത്യാധുനിക ഡ്രോൺ ഇറക്കുമതിയിലെ പുരോഗതിയിൽ സംതൃപ്തി രേഖപ്പെടുത്തി US പ്രസിഡന്റ് ജോ ബൈഡൻ. ഡെലവെയറിലെ വില്ലിംഗ്ടണിലെ സ്വകാര്യ വസതിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് പ്രതിരോധ മേഖലയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണത്തിൽ ബൈഡൻ സംതൃപ്തി രേഖപ്പെടുത്തിയത്. US പ്രതിരോധ ഭീമനായ ജനറൽ ആറ്റോമിക്സ് ആണ് ഇന്ത്യൻ സേനയ്ക്കായി ഡ്രോൺ എത്തിക്കുന്നത്. ആകാശത്ത് വിന്യസിക്കുന്നതിനുള്ള 16 ഡ്രോണുകളും കടലിലെ വിന്യാസത്തിനായി 15 ഡ്രോണുകളുമാണ് ഇന്ത്യ വാങ്ങുന്നത്. കോടുച്ചകോടിക്കായി US-ലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള US പ്രസിഡന്റിന്റെ കൂടിക്കാഴ്ച ഏറെ വൈകാരികമായിരുന്നു. ബൈഡൻ പ്രസിഡന്റ് പദവി ഒഴിയുന്ന സാഹചര്യത്തിലാണിത്. ഇന്ത്യ-US ഉഭയകക്ഷി ബന്ധം സംബന്ധിച്ച് വിശദ ചർച്ചയ്ക്കൊപ്പം UN സുരക്ഷാ കൗൺസിൽ വിപുലീകരണം മുതൽ ബഹിരാകാശ സാങ്കേതിക വരെയുള്ള വിഷയങ്ങളും ചർച്ചയായി. കൂടിക്കാഴ്ച വൈകാരികമായിരുന്നുവെന്ന വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി മാധ്യമങ്ങളോട് പറഞ്ഞു. അതേസമയം US-ന്റെ സഹകരണത്തോടെ ഇന്ത്യയിൽ ആദ്യ ദേശീയ സുരക്ഷാ സെമികണ്ടക്ടർ ഫാബ്രിക്കേഷൻ പ്ലാന്റ് സ്ഥാപിക്കാനും കൂടിക്കാഴ്ചയിൽ ധാരണയായി. US സൈന്യത്തിനും സഖ്യകക്ഷികൾക്കും ഇന്ത്യൻ സൈന്യത്തിനും ആവശ്യമായ ചിപ്പുകൾ നിർമ്മിച്ച് കൈമാറുന്ന ഫാബ്രിക്കേഷൻ പ്ലാന്റ് 2025ഓടെ സ്ഥാപിക്കാനാണ് ധാരണയായത്. ശക്തി എന്ന പ്ലാന്റിന് പേരിടും. ഇൻഫ്രാറെഡ് ഗാലിയം നൈട്രേറ്റ്, സിലിക്കോൺ കാർബൈഡ് സെമി കണ്ടക്ടറുകളുടെ ഉൽപ്പാദനമാണ് പ്ലാന്റിൽ നടക്കുക. ഭാരത് സെമി, ഇന്ത്യൻ യുവസംരംഭകരായ വിനായക് ഡാൽമിയ, വൃന്ദ കപൂർ എന്നിവരുടെ സ്റ്റാർട്ടപ്പായ തേർഡ് ഐടെക്, US സ്പേസ് ഫോഴ്സ് എന്നിവയുടെ സഹകരണത്തോടെയാണ് പ്ലാന്റ് നിർമ്മിക്കുക. ഇന്തോ പസഫിക് ഇക്കണോമിക് ഫ്രെയിംവർക്കിന്റെ ഭാഗമായി 3 കരാറുകളും ഇന്ത്യയും US-ഉം ഒപ്പുവെച്ചു. സുതാര്യ സമ്പദ് വ്യവസ്ഥ, ന്യായ സമ്പദ് വ്യവസ്ഥ, ആഗോള ഉന്നമനം എന്നിവ ലക്ഷ്യമിട്ടുള്ള കരാറുകളിലാണ് ഒപ്പുവെച്ചത്. ഇന്ത്യയിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയ 297 പ്രാചീന ശില്പങ്ങൾ ഉൾപ്പെടെ നിർമ്മിതികളും US ഇന്ത്യക്ക് കൈമാറി. ഡെലവേറിയിലെ ഇന്ത്യൻ സമൂഹവുമായി മോദി കൂടിക്കാഴ്ച നടത്തി. പൂനെയിലെ ഏണസ്റ്റ് ആൻഡ് യങ് ഇന്ത്യയിലെ ജീവനക്കാരി അന്ന സെബാസ്റ്റ്യൻ അമിത ജോലി സമ്മർദ്ദം മൂലം മരിച്ച സംഭവത്തിൽ വിവാദ പ്രസ്താവനയുമായി കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ. ജോലി സമ്മർദ്ദങ്ങളെ എങ്ങനെ നേരിടണമെന്ന് കുട്ടികൾക്ക് വീട്ടിൽ നിന്ന് പഠിപ്പിച്ചു കൊടുക്കണമെന്നാണ് കേന്ദ്രമന്ത്രിയുടെ പരാമർശം. ചെന്നൈയിലെ ഒരു സ്വകാര്യ കോളേജിൽ നടന്ന ചടങ്ങിലായിരുന്നു കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമന്റെ പരാമർശം. ദൈവത്തെ ആശ്രയിച്ചാൽ ഇത്തരം സമ്മർദ്ദങ്ങൾ നേരിടാൻ കഴിയുമെന്നും നിർമ്മല സീതാരാമൻ പറഞ്ഞു. ചെന്നൈയിലെ ഒരു സ്വകാര്യ കോളേജിൽ നടന്ന ചടങ്ങിലായിരുന്നു കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമന്റെ പരാമർശം. ജോലി സമ്മർദ്ദം മൂലം പെൺകുട്ടി മരിച്ച വാർത്ത 2 ദിവസം മുമ്പാണ് കണ്ടത്. ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് വഴി ജോലി നേടാനാണ് കോളേജിൽ നിന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നത്. എത്ര വലിയ ജോലി കിട്ടിയാലും സമ്മർദ്ദങ്ങളെ നേരിടാൻ വീട്ടിൽ നിന്ന് പഠിപ്പിക്കണം. ദൈവത്തെ ആശ്രയിച്ചാൽ ഇത്തരം സമ്മർദ്ദങ്ങൾ നേരിടാൻ കഴിയുമെന്നായിരുന്നു നിർമ്മല സീതാരാമൻ പറഞ്ഞത്. അതേസമയം കേന്ദ്രമന്ത്രിയുടെ പ്രസ്താവന കുടുംബം തള്ളിക്കളയുകയാണ്. ഓരോരുത്തരും അവരവരുടെ യുക്തിക്കനുസരിച്ച് ഓരോ പ്രസ്താവനകൾ പറയുകയാണ്. ഇത് അംഗീകരിക്കുന്ന ചിലരുണ്ടാകും. എന്നാൽ മകളെ ചെറുപ്പം മുതൽ തന്നെ ആത്മവിശ്വാസം കൊടുത്ത് തന്നെയാണ് വളർത്തിയതെന്ന് അന്നയുടെ പിതാവ് പറഞ്ഞു. പൂനെയിലെ ഏണസ്റ്റ് ആൻഡ് യങ് ഇന്ത്യയിലെ ജീവനക്കാരിയായിരുന്ന അന്ന സെബാസ്റ്റ്യൻ ജൂലൈ 20-നാണ് താമസ സ്ഥലത്ത് കുഴഞ്ഞു വീണ് മരിച്ചത്. ജോലി സമ്മർദ്ദത്തെ തുടർന്നാണ് മകൾ മരിച്ചതെന്ന് ചൂണ്ടിക്കാട്ടി അന്നയുടെ മാതാവ് അനിത കമ്പനിക്ക് എഴുതിയ കത്ത് പുറത്തു വന്നതിനെ തുടർന്നാണ് സംഭവം വിവാദമായത്.
നിലമ്പൂർ എംഎൽഎ PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ വലിയ രാഷ്ട്രീയ ചലനം സൃഷ്ടിച്ച സാഹചര്യത്തിൽ വിഷയം ആയുധമാക്കാൻ പ്രതിപക്ഷം. അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ നിയമസഭയിൽ ഉയർത്തി ഭരണപക്ഷത്തെ പ്രതിരോധത്തിലാഴ്ത്താനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. ഒക്ടോബർ 4-നാണ് സഭാ സമ്മേളനം ആരംഭിക്കുന്നത്. 10 ദിവസമാണ് ഇത്തവണ സഭ കൂടുക. തൃശൂർ പൂരം കലക്കൽ RSS നേതാക്കളുമായുള്ള ADGP MR അജിത് കുമാറിന്റെ കൂടിക്കാഴ്ച, അൻവർ MLAയുടെ ആരോപണങ്ങൾ ഉൾപ്പെടെ സഭ പ്രക്ഷുബ്ധമാകാനാണ് സാധ്യത. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെടാൻ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അനുകൂലമെന്നാണ് പ്രതിപക്ഷത്തിന്റെ വിലയിരുത്തൽ. ADGP MR അജിത് കുമാർ RSS നേതാക്കളെ കണ്ടത് മുഖ്യമന്ത്രിയുടെ ദൂതനായാണെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ആരോപണം. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിനും അജിത് കുമാറിന്റെ കൂടിക്കാഴ്ചയ്ക്കും ബന്ധമുണ്ടെന്നും കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. എന്നാൽ പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പാടെ തള്ളി. അതുകൊണ്ട് തന്നെ അജിത് കുമാർ RSS കൂടിക്കാഴ്ച നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ പ്രധാന അജണ്ടയായേക്കും. തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ടും PV അൻവർ MLAയുടെ ആരോപണങ്ങളിലും അജിത് കുമാർ പ്രതിസ്ഥാനത്താണ്. അൻവറിന്റെ പരാതിയിൽ അജിത് കുമാറിനെ ADGP സ്ഥാനത്ത് നിന്ന് നീക്കാതെയുള്ള അന്വേഷണമാണ് നടക്കുന്നത്. ഇതും പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിക്കും. ADGP അജിത് കുമാറിന് പുറമെ മലപ്പുറത്തെ പോലീസിനെയാകെ പ്രതിക്കൂട്ടിലാക്കുന്ന ആരോപണവും PV അൻവർ ഉന്നയിച്ചിരുന്നു. അതേസമയം അൻവറിനെ സംരക്ഷിക്കുന്ന നിലപാട് പ്രതിപക്ഷം സ്വീകരിക്കാൻ ഇടയില്ല. CPIM അൻവറിനെതിരെ പ്രസ്താവന ഇറക്കിയപ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കുന്ന നിലപാട് കോൺഗ്രസ് സ്വീകരിച്ചില്ല. അൻവറിന്റെ ആരോപണങ്ങൾ മുഖ്യമന്ത്രിക്കെതിരെ ആയുധമാക്കാൻ അൻവറിനെ പൂർണ്ണമായി തള്ളാനും കോൺഗ്രസ് തയ്യാറായില്ല. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ടിരിക്കുമ്പോൾ, ആഭ്യന്തരമന്ത്രിയായിട്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത ഉദ്യോഗസ്ഥൻ എനിക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കണമെങ്കിൽ അദ്ദേഹം ആ കസേരയിലിരിക്കാൻ ഒരു അർഹതയില്ലെന്ന് അതിൻ്റെ അർത്ഥം. ഗവൺമെന്റ് അധികാരത്തിലൊന്നും ഉടനെ മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് ആരും അറിയാതെ കേരളത്തിലെ മുഖ്യമന്ത്രി കേരളത്തിലെ RSS നേതാക്കന്മാരുമായിട്ട് ചർച്ച നടത്തിയില്ലേ? ഞാൻ പല പ്രാവശ്യങ്ങൾ കേൾക്കാഞ്ഞിട്ടാണ്. എല്ലാ പത്രസമ്മേളനങ്ങളിലും BJP ഇതിൻ്റെ ഇന്നും പറഞ്ഞല്ലോ. നിങ്ങൾ പറഞ്ഞതിന് ശേഷം, നിങ്ങൾ ചോദിച്ചതിന് ശേഷമല്ലല്ലോ ഞാൻ പറയുന്നു. ഇന്നും ഞാൻ പറഞ്ഞല്ലോ. നിങ്ങൾ ചോദിച്ചപ്പോഴല്ലല്ലോ, അതിനു മുമ്പ് പറഞ്ഞല്ലോ. BJP പ്രതിക്കൂട്ടില്ല. അതുകൊണ്ടാണ് BJP ഈ വിഷയത്തിൽ സമരം ചെയ്യാത്തത്. BJP പ്രതിക്കൂട്ടില്ല. BJP പ്രതിക്കൂട്ടിലാണെന്ന് ആദ്യമേ ഞാൻ പറഞ്ഞല്ലോ. BJP പ്രതിക്കൂട്ടില്ല. BJP CPM-മായി ചേർന്ന് സംഘപരിവാർ ധാരണയുടെ അടിസ്ഥാനത്തിലാണെന്നല്ലേ പറയാം. അതല്ലേ ഇതിൻ്റെ അകത്ത് ആരോപണം. ഈ ADGP-യും RSS നേതാവും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയെന്ന് ഞങ്ങളല്ലേ പറഞ്ഞത്. ഡേറ്റ് അടക്കം ഞങ്ങളല്ലേ പറഞ്ഞത്. അന്ന് CPM-ഉം ആദ്യം നിഷേധിച്ചു, RSS നിഷേധിച്ചു, പിന്നെ രണ്ടു കൂട്ടരും സമ്മതിച്ചു. ഞങ്ങളല്ലേ. എന്തിനാ RSS നേതാക്കന്മാരുമായി, RSS നേതാവുമായി, അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയുമായി കൂടിയാലോചന നടത്തി. അപ്പോഴാണ് CPM നേതാക്കൾ ചോദിച്ചത് അതിനെന്താ കുഴപ്പമൊന്നും. ഒരു കുഴപ്പമില്ല. സംസ്ഥാനത്തെ ADGP ലോ ആൻഡ് ഓർഡർ 1 മണിക്കൂർ പോയിട്ട് RSSന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിട്ട് അവർ തമ്മിൽ അതിർത്തി തർക്കം ഉണ്ടല്ലോ ചോദിച്ചു. ഇതൊക്കെ ഞങ്ങൾ പറഞ്ഞതല്ലേ. ആണോ? PV അൻവർ പറയുന്നതൊക്കെ പാർട്ടി ശരിവെക്കണമെന്നാണല്ലോ മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത്. എന്നാൽ പിന്നെ പിണറായി വിജയനോട് വേറെ ജോലി നോക്കാൻ പറ. കാരണം പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ടിരിക്കുമ്പോൾ, ആഭ്യന്തരമന്ത്രിയായിട്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത ഉദ്യോഗസ്ഥൻ എനിക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കണമെങ്കിൽ അദ്ദേഹം ആ കസേരയിലിരിക്കാൻ ഒരു അർഹതയില്ലെന്ന് അതിൻ്റെ അർത്ഥം. കൈരളിക്കാരനാണ് ചോദിച്ചത്. എനിക്ക് വേണ്ടിയിട്ടാണ് DGP അജിത് കുമാറെ കണ്ടെങ്കിൽ പിണറായി വിജയന് പിന്നെ എന്തിനു കൊള്ളാം. ഞാൻ അങ്ങനെ മുഖ്യമന്ത്രിയെ പറ്റി നിങ്ങൾ പറഞ്ഞ പോലെ പറയില്ല മോശമായിട്ട്. കേരളത്തിലെ CPM-ന്റെ നിലപാടിനെക്കുറിച്ച് ഞങ്ങൾ ദേശീയതലത്തിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ദേശീയതലത്തിൽ സീതാറാം യെച്ചൂരി അടക്കമുള്ള നേതാക്കന്മാർ ഇന്ത്യ മുന്നണിക്ക് വേണ്ടി സത്യസന്ധമായ നിലപാടെടുത്ത് നിന്നവരാണെന്ന് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്തും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കേരളത്തിലെ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഈ സെൻട്രൽ ഏജൻസീസിന്റെ കേസ് ഒതുക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ട് BJP-യുമായി അവിഹിതമായ ബാന്ധവമുണ്ട് ഞങ്ങൾ പറഞ്ഞു. ശരിയായില്ലേ? 2, കേരളത്തിലെ CPM നേതാവിന് BJP-യുടെ കേന്ദ്രമന്ത്രിയായിട്ട് ബിസിനസ് ബന്ധമുണ്ടെന്ന് പറഞ്ഞു. ഞാനാ പറഞ്ഞത്. രണ്ടുപേരും നിഷേധിച്ചില്ലേ? തെളിവ് കൊടുത്തപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ രണ്ടുപേരും വന്ന് സമ്മതിച്ചില്ലേ? ഞങ്ങൾ തമ്മിൽ ബിസിനസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ കോൺഗ്രസ് എന്നാണ് ചോദിച്ചത്. അപ്പോൾ ആണല്ലോ, അത്ര വലിയ അടുത്ത ബന്ധമാണല്ലോ. പ്രകാശ് ജാവദേക്കറിനെ ഈ LDF-ന്റെ നേതാവ് പോയി കണ്ടല്ലോ ഇല്ലേ? LDF-ന്റെ കൺവീനർ പ്രകാശ് ജാവദേക്കർ കേരളത്തിലെ BJP-യുടെ സംഘടനാ ചുമതലയുള്ള പ്രഭാരിയാണ്. മുഖ്യമന്ത്രി അതിനെ ന്യായീകരിച്ചു. ഞാനും 5-6 പ്രാവശ്യം കണ്ടെന്ന് വെച്ചു. കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ കേരളത്തിലെ BJP-യുടെ സംഘടനാ ചുമതലയുള്ള പ്രഭാരിയെ 5-6 പ്രാവശ്യം കാണേണ്ട കാര്യം എന്താ കാര്യം? അത് കേന്ദ്രമന്ത്രിയൊന്നുമല്ല, സംഘടനാ ചുമതലയുള്ള പ്രഭാരിയാണ്. എന്തിനാണ് പിണറായി വിജയൻ പ്രകാശ് ജാവദേക്കറെ 5-6 പ്രാവശ്യം കാണുന്നത്?
ഇലക്ഷൻ്റെ അന്നാ മുഖ്യമന്ത്രി പറഞ്ഞത്. ഞാനും കണ്ടിട്ടുണ്ട് 5-6 പ്രാവശ്യം. എന്തിന് എന്താ അവർ തമ്മിൽ ചർച്ച? ഞങ്ങൾ കറക്റ്റാണ്. ADGP RSS നേതാക്കന്മാരുമായി സംസാരിച്ചത് മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ടാണ്. BJP 2 വർഷം 2.5 വർഷമായിട്ട് തൃശ്ശൂരിൽ അക്കൗണ്ട് തുടങ്ങാൻ ശ്രമിക്കുകയാണ്. അവരവരുടെ വർക്ക് തുടങ്ങിയവിടെ നേരത്തെ. അപ്പോൾ ഞങ്ങൾ സഹായിക്കാം എന്നാണ് ദൂതന്മാരി പറഞ്ഞത്. അല്ലാതെ പൂരം കലക്കാനുള്ള ചർച്ചയല്ല RSS ജനറൽ സെക്രട്ടറി ആയിട്ട് നടന്നെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. കണ്ടു, വാക്കുകൊടുത്തു. അതിൻ്റെ തുടർച്ചയായിട്ട് പലതരത്തിലുള്ള ബന്ധങ്ങളുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്താണ് പൂരം കലക്കിയത്. അതിൻ്റെ തുടർച്ചയാണ് പൂരം കലക്കിയത്. RSSമായിട്ട് കേരളത്തിലെ CPM-ന് എന്താ സംഘർഷം? ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ഉടനെ മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് ആരും അറിയാതെ കേരളത്തിലെ മുഖ്യമന്ത്രി കേരളത്തിലെ RSS നേതാക്കന്മാരുമായിട്ട് ചർച്ച നടത്തിയില്ലേ? ഞാൻ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി അസംബ്ലിയിൽ ചോദിച്ചല്ലോ, നിങ്ങൾ ചർച്ച നടത്തിയോ? ഇല്ലെന്ന് പറഞ്ഞില്ലല്ലോ. മറുപടി ഇല്ല എന്ന് പറഞ്ഞില്ലല്ലോ. നടത്തിയതിന് തെളിവുണ്ട്. നടത്തി. എന്ത് ചർച്ച നടത്തിയത്? എന്ത് ചർച്ച? അപ്പോൾ കുറേ നാളായിട്ട് നമ്മൾ അറിഞ്ഞും നമ്മൾ അറിയാതെയും ഇവർ തമ്മിൽ ചർച്ച. ചിലപ്പോൾ പുറത്തു വരുന്നത് പിന്നെയാണ് പുറത്തു വരുന്നത്. 23-ൽ RSS ജനറൽ സെക്രട്ടറിയെ കണ്ട കാര്യം RSS ആദ്യം നിഷേധിച്ചല്ലോ. എന്നിട്ടിപ്പോൾ എന്തായി? ഇപ്പം നിഷേധിക്കുന്നില്ലല്ലോ. കണ്ടതല്ലേ? എന്തിനു വേണ്ടി കണ്ടു എന്നുള്ളതല്ലേ ചോദ്യം. പിന്നെ വാർത്ത വന്നു, റാം മാധവനെ കണ്ടു തിരുവനന്തപുരത്ത് നിന്ന് ഈ ADGP. RSS നേതാക്കന്മാരെ കാണാൻ വേണ്ടി നേരത്തെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണോ? RSS നേതാക്കന്മാരെ കാണേണ്ട കാര്യമൊന്നുമില്ല ലോ ആൻഡ് ഓർഡറിന്റെ ADGPക്ക്. ഈ വർഷത്തെ അമേരിക്കൻ പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ 2028-ലെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്ന് റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപ്. ഇത്തവണ വിജയം ഉറപ്പാണെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വർഷത്തെ തിരഞ്ഞെടുപ്പിൽ തോറ്റാൽ അടുപ്പിച്ച് 4ാമത്തെ തവണയും മത്സരിക്കുമോ എന്ന അമേരിക്കൻ മാധ്യമപ്രവർത്തക ഷെർലിന്റെ ഫുൾ മെഷർ എന്ന പരിപാടിയിലെ ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു ട്രംപ്. റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപ് വിജയിച്ചാൽ ടെക് ശതകോടീശ്വരൻ ഇലോൺ മസ്ക്, മുൻ ഡെമോക്രാറ്റിക് പ്രതിനിധി തുൾസി ഗബ്ബാർഡ്, മുൻ സ്വതന്ത്ര പ്രസിഡന്റ് സ്ഥാനാർത്ഥി റോബർട്ട് F. കെന്നഡി ജൂനിയർ തുടങ്ങിയ ആളുകൾക്ക് തന്റെ ഭരണത്തിൽ ഏത് പദവിയായിരിക്കും നൽകുകയെന്നും അറ്റ്കിൻസൺ ചോദിച്ചു. എന്നാൽ താൻ ആരുമായും തീരുമാനങ്ങളിലെത്തിയിട്ടില്ലെന്നും ഇങ്ങനെ ചെയ്യുന്നത് ഉചിതമല്ലെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം താൻ വിജയിക്കുകയാണെങ്കിൽ അവർക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്നും ട്രംപ് നിരീക്ഷിച്ചു. കെന്നഡിക്ക് ആരോഗ്യത്തിലും പരിസ്ഥിതിയിലും നന്നായി പ്രവർത്തിക്കുവാൻ സാധിക്കുമെന്ന് ട്രംപ് പറഞ്ഞു. സാമാന്യ ബോധമുള്ള വ്യക്തിയെന്നാണ് ഗബ്ബാർഡിനെ ട്രംപ് വിശേഷിപ്പിച്ചത്. ഫെഡറൽ സർക്കാരിൽ ചെലവ് കുറയ്ക്കുവാനുള്ള നയങ്ങൾ അവതരിപ്പിക്കുവാൻ സാധിക്കുന്ന വ്യക്തിയാണ് മസ്ക് എന്നും അദ്ദേഹം പറഞ്ഞു. ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി കമല ഹാരിസ് വിജയിക്കുമെന്നാണ് സർവേകൾ സൂചിപ്പിക്കുന്നതെങ്കിലും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന അമേരിക്കയിൽ ആര് വിജയിക്കുമെന്ന് പ്രവചിക്കുക നിർണായകം. എന്നാൽ വനിതാ വോട്ടർമാരുടെ വോട്ടുകൾ കമലയ്ക്കാണ് കൂടുതൽ ലഭിക്കുകയെന്ന് സർവേ ഫലം വ്യക്തമാക്കുന്നു. 54% സ്ത്രീകൾ കമല ഹാരിസിനെ പിന്തുണയ്ക്കുന്നുവെന്നാണ് ABC ന്യൂസ് ഇപ്സോസ് സർവേ പ്രവചിക്കുന്നത്. ട്രംപിനുള്ളത് 41% പിന്തുണ മാത്രമാണ്. സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിനും ജീവനും ഭീഷണിയാണ് ട്രംപെന്നും അധികാരത്തിൽ വരാൻ അനുവദിക്കരുതെന്നും ജോർജിയയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ കമല പറഞ്ഞു. നേരത്തെ ടെലിവിഷൻ സംവാദത്തിലും ഇതേ വിഷയത്തിൽ കമല ട്രംപിനെ കുറ്റപ്പെടുത്തിയിരുന്നു. US-ലുടനീളം ഗർഭഛിദ്ര അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് ബൈഡനും മറ്റ് ഡെമോക്രാറ്റുകൾക്കും വേണ്ടി താൻ വോട്ടർമാരോട് അഭ്യർത്ഥിക്കുകയാണെന്നും കമല പറഞ്ഞിരുന്നു. ലോക ചെസ് ഒളിമ്പ്യാഡിൽ ചരിത്രം കുറിച്ച് ഇന്ത്യക്ക് ഇരട്ട സ്വർണം. ഓപ്പൺ വനിതാ വിഭാഗങ്ങളിൽ ഇന്ത്യ സ്വർണം നേടി. ചരിത്രത്തിൽ ആദ്യമായാണ് ഇന്ത്യ ചെസ് ഒളിമ്പ്യാഡിൽ സ്വർണം നേടുന്നത്. ഓപ്പൺ വിഭാഗത്തിലും വനിതാ വിഭാഗത്തിലും ഇന്ത്യ സ്വർണം നേടി. 2014-2022 ചെസ് ഒളിമ്പ്യാഡുകളിൽ സ്വന്തമാക്കിയ വെങ്കലമായിരുന്നു ഇതിനു മുമ്പ് ഇന്ത്യയുടെ ഏറ്റവും മികച്ച പ്രകടനം. ലോക ചെസ് ഒളിമ്പ്യാഡിൽ അവസാന റൗണ്ടിൽ സ്ലൊവേനിയയെ തോൽപ്പിച്ചാണ് പുരുഷ വിഭാഗത്തിൽ ഇന്ത്യ മുന്നേറിയത്. ഓപ്പൺ വിഭാഗത്തിൽ ചരിത്ര നേട്ടത്തിന്റെ വക്കിലായിരുന്നു ഇന്ത്യ. ലോക 3-ാം നമ്പർ താരം അർജുൻ എരിഗാഡി സ്ലൊവേനിയൻ താരം സുബെൽജിനെ തോൽപ്പിച്ചതോടെയാണ് സ്വർണം ഉറപ്പാക്കിയത്. ഡി ഗുഗേഷ് വ്ളാഡിമിർ ഫെഡോസീവിനെതിരെയും പ്രജ്ഞാനന്ദ ആന്റൺ ടെങ്ചാങ്കിക്കെതിരെയും നേടിയ വിജയങ്ങളും ഇന്ത്യയുടെ ചരിത്രക്കുതിപ്പിൽ നിർണായകമായി. വനിതാ വിഭാഗത്തിൽ അസർബൈജാനെ വീഴ്ത്തിയാണ് ഇന്ത്യ ചരിത്രം കുറിച്ചത്. വനിതകളിൽ ഡി ഹരിക, വന്തിക, ദിവ്യ ദേശ്മുഖ് എന്നിവർ ജയിച്ചു കയറിയപ്പോൾ വൈശാലി സമനില പിടിച്ചു. ഓപ്പൺ വിഭാഗത്തിൽ 8 വിജയങ്ങളുമായി കുതിച്ച ഇന്ത്യ നിലവിലെ ചാമ്പ്യന്മാരായ ഉസ്ബെക്കിസ്ഥാനോടാണ് ആദ്യമായി സമനിലയ്ക്ക് വഴങ്ങിയത്. പിന്നാലെ ടോപ്പ് സീഡായ US-നെ അട്ടിമറിച്ച് വീണ്ടും വിജയവഴിയിൽ തിരിച്ചെത്തി. ഒടുവിൽ സ്ലൊവേനിയയെ തോൽപ്പിച്ച് ചരിത്ര നേട്ടവും സ്വന്തമാക്കി. നേരത്തെ 10ാം റൗണ്ടിൽ ഇന്ത്യ ടോപ്പ് സീഡായ US-നെ അട്ടിമറിച്ചിരുന്നു. ഇന്ത്യയുടെ പ്രജ്ഞാനന്ദ വെസ്ലി സോയോട് തോറ്റെങ്കിലും ലോക 2ാം നമ്പർ താരം ഫാബിയാനോ കരുവാനെ അട്ടിമറിച്ച് ഡി ഗുഗേഷും ഡൊമിനിഗസ് പെരസ് ലിനിയറിനെ തോൽപ്പിച്ച് അർജുൻ എരിഗാസും ഇന്ത്യക്ക് വിജയം സമ്മാനിച്ചു.
വിദിത് ഗുജറാത്തി ലെവൽ അറോണിയൻ മത്സരം സമനിലയിലായി. ശ്രീലങ്കയുടെ 9ാമത്തെ പ്രസിഡന്റായി ഇടത് സഖ്യമായ നാഷണൽ പീപ്പിൾസ് പവർ നേതാവ് അനുരകുമാര ദിസനായകെ തിരഞ്ഞെടുത്തു. ശ്രീലങ്കയിലെ മാർക്സിസ്റ്റ് ജനതാ വിമുക്തി പെരമുന പാർട്ടി നേതാവായ ഈ 56-കാരൻ സാമൂഹ്യ സംഘടനകളും പ്രൊഫഷണലുകളും വിദ്യാർത്ഥികളും അടങ്ങുന്ന നാഷണൽ പീപ്പിൾസ് പവർ എന്ന വിശാല സഖ്യത്തിലൂടെയാണ് അധികാരത്തിലെത്തിയത്. രാജ്യത്തിന്റെ ചരിത്രത്തിലാദ്യമായി വോട്ടെണ്ണൽ 2ാം റൗണ്ടിലേക്ക് നീണ്ട തിരഞ്ഞെടുപ്പിൽ മുഖ്യ എതിരാളി സമാഗി ജനബാലവികയെ നേതാവ് സജിത് പ്രേമദാസ ഉയർത്തിയ കനത്ത വെല്ലുവിളിയെ NPP സഖ്യം മറികടക്കുകയായിരുന്നു. നിലവിലുള്ള പ്രസിഡന്റ് റനിൽ വിക്രംസിംഗെ വോട്ടെണ്ണലിന്റെ ആദ്യ റൗണ്ടിൽ തന്നെ പരാജയപ്പെട്ടു. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് 2022 പ്രസിഡന്റ് ഗോട്ടബയ രാജപക്സെ അധികാരഭ്രഷ്ടനാക്കിയ കലാപത്തിനു ശേഷം നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിലാണ് ജനത ഇടതുപക്ഷത്തിനൊപ്പം നിന്നത്. 1987 ഇന്ത്യ-ലങ്ക കരാർ ഉൾപ്പെടെ JVP ശക്തിയുക്തം എതിർത്തിരുന്നു. ഈ വർഷം ഫെബ്രുവരിയിൽ സനായകെ ഇന്ത്യ സന്ദർശിച്ചിരുന്നു. ഇന്ത്യയോടുള്ള പാർട്ടി നിലപാട് തിരുത്തിയെന്നതാണ് ഇത് വ്യക്തമാക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് രാജ്യത്തെ കരകയറ്റുക എന്ന ദുഷ്കര ദൗത്യമാണ് പുതിയ പ്രസിഡന്റിന്റെ മുന്നിലുള്ളത്. ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ മുഖമുദ്രയായിരുന്ന JVP 1990കളുടെ അവസാനമാണ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയവുമായി സഹകരിച്ചു തുടങ്ങിയത്. 2019 ദിസനായകെ ആദ്യമായി പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. അന്ന് വെറും 3% വോട്ട് മാത്രമാണ് ലഭിച്ചത്. കടുത്ത അഴിമതി വിരുദ്ധ നിലപാട് പുലർത്തുന്ന സംവിധാനങ്ങളുടെ സുതാര്യത ആവശ്യപ്പെടുന്ന നേതാവെന്ന പ്രതീതിയാണ് ദിസനായകയ്ക്കുള്ളത്. തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലും ദിസനായകെ തന്റെ പ്രസംഗങ്ങളിൽ കൂടുതൽ ഊന്നൽ നൽകിയ വിഷയവും ഇതായിരുന്നു. ഇതോടെ ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ന്യൂസ് ചാനൽ സന്ദർശിക്കുക. നന്ദി.